ബലൂചിസ്ഥാൻ ഒരുപാട് വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞൊരു നാട്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ഇത്രയധികം സമ്പന്നമായൊരു പ്രദേശം എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി ഒരു സംഘർഷഭൂമിയായി തുടരുന്നത്? ശരി, നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ആദ്യം തന്നെ ബലൂചിസ്ഥാൻ എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ അറേബ്യൻ കടൽ, ഇവയെല്ലാം അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണിത്. അതായത് തെക്കൻ ഏഷ്യയെ മിഡിൽ ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ഇടനാഴി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതാണ് ബലോചിസ്ഥാനിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. ഒരു വശത്ത് നോക്കിയാൽ പ്രകൃതിവാതകവും സ്വർണവും ചെമ്പുമൊക്കെയായിട്ട് വലിയ സമ്പത്താണ്. പക്ഷേ മറുവശത്തോ അവിടുത്തെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും അവികസിതാവസ്ഥയിലുമാണ് കഴിയുന്നത്. പോരാത്തതിന് രാഷ്ട്രീയ അസ്വസ്ഥതകളും. കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ ഏകദേശം പകുതിയോളം വരും ബലൂചിസ്ഥാൻ. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പ്രവിശ്യയും ഇതുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? സ്വന്തമായി ഒരു ഭരണചരിത്രമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം എങ്ങനെയാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നൊരു കലാപത്തിന്റെ കേന്ദ്രമായി മാറിയത്? ഇതിനുത്തരം കിട്ടണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് പുറകോട്ട് ചരിത്രത്തിലേക്ക് തന്നെ പോകേണ്ടിവരും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് 75 വർഷങ്ങൾക്ക് മുൻപ് നടന്ന നിർബന്ധിത ലയനത്തിലാണ്. അതെ, അവിടെയാണ് ഈ സംഘർഷങ്ങളുടെ എല്ലാം തുടക്കം. നൂറ്റാണ്ടുകളോളം ഈ ഖലാത്ത് ഖാനേറ്റായിരുന്നു ബലോച്ച് ജനതയുടെ സ്വയംഭരണത്തിന്റെയും പരമാധികാരത്തിന്റെയുമൊക്കെ ഒരു പ്രതീകം. പക്ഷേ 1948 ബ്രിട്ടീഷുകാർ പോയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ സ്വയംഭരണ സംസ്ഥാനത്തെ പാകിസ്ഥാനിൽ നിർബന്ധിച്ചു ചേർത്തു. ഇതൊരു നിയമവിരുദ്ധമായ നടപടിയായിട്ടാണ് ബലൂച്ച് ദേശീയവാദികൾ ഇന്നും കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരുന്നു എന്ന് ഈ ടൈം ലൈൻ നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ആ നിർബന്ധിത ലയനമാണ് പിന്നീട് 5 വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചത്, തലമുറകളെ ബാധിച്ച ഇന്നും തുടരുന്ന ഒരു സംഘർഷത്തിന്. അപ്പോൾ ശരി, ഈ പോരാട്ടം ഇപ്പോഴും തുടരുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കവരുടെ പ്രധാനപ്പെട്ട ചില പരാതികളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയമായ അവഗണനയാണ്. തങ്ങൾ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്കിടയിൽ ശക്തമാണ്. സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുപോലും കേന്ദ്ര സർക്കാരാണെന്നൊരു പരാതി അവർക്കുണ്ട്. അടുത്തത് സാമ്പത്തിക ചൂഷണമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പതിറ്റാണ്ടുകളായി ഇവിടത്തെ പ്രകൃതിവാതകവും മറ്റു ധാതുക്കളുമൊക്കെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ അതിന്റെ ഗുണം ഇവിടത്തെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, അവർ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നു. പിന്നെ ഏറ്റവും ഗൗരവമേറിയൊരു കാര്യമാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ. ആളുകളെ നിർബന്ധിതമായി കാണാതാവുന്നതും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളും അവിടെ പതിവാണെന്നാണ് ആരോപണങ്ങൾ. സൈന്യത്തിന്റെ സാന്നിധ്യം സാധാരണ ജനങ്ങളുടെ ജീവിതം ശരിക്കും ദുസ്സഹമാക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഇതൊരു പ്രാദേശിക പ്രശ്നമായിരുന്നു. പക്ഷേ ഈ അടുത്തായി ഒരു പുതിയ ആഗോള ശക്തി ഈ കളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടെ ഈ സംഘർഷത്തിന്റെ രൂപവും ഭാവവുമെല്ലാം ആകെ മാറി. അപ്പോൾ എന്താണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ച ആ വലിയ മാറ്റം? ഉത്തരം ഒന്നേ ഉള്ളൂ: ചൈന. ചൈനയുടെ രംഗപ്രവേശം, അവരുടെ ഭീമമായ നിക്ഷേപങ്ങൾ, അതാണ് കളിയുടെ ഗതി മാറ്റിയത്. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു CPEC അഥവാ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയാണ്. ചൈനയ്ക്ക് അറേബ്യൻ കടലിലേക്കൊരു എളുപ്പവഴി തുറന്നുകൊടുക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റാണിത്. ഈ പദ്ധതിയുടെ ഒരു വ്യാപ്തി നോക്കൂ. ഈ പാത കടന്നുപോകുന്നത് ബലൂചിസ്ഥാന്റെ ഹൃദയഭാഗത്തുകൂടിയാണ്. ഇത് വികസനം കൊണ്ടുവരുമെന്ന് ചിലർ പറയുമ്പോൾ ഇതൊരു പുതിയ തരം കോളനിവൽക്കരണമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ CPECയുടെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നറിയോ? അതാണ് ഗ്വാദറിലെ ആഴക്കടൽ തുറമുഖം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലേക്ക് ചൈനയ്ക്ക് നേരിട്ടൊരു പ്രവേശനം നൽകുന്ന ഇടം. പക്ഷെ ബലൂച്ച് ദേശീയവാദികൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ചൈന ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകുമ്പോൾ പാകിസ്ഥാൻ ഞങ്ങൾക്ക് നേരെ തോക്കുകൾ ചൂണ്ടുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ പ്രതിഷേധത്തിന്റെ ആഴം നമുക്ക് ഊഹിക്കാം. അവരുടെ പ്രധാന പരാതികൾ ഇതൊക്കെയാണ്. CPC കാരണം അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, സൈനിക സാന്നിധ്യം കൂടുന്നു, പക്ഷെ നാട്ടുകാർക്ക് കാര്യമായ തൊഴിലൊന്നും കിട്ടുന്നുമില്ല. ഇതിന്റെയൊക്കെ ഫലമായി ചൈനീസ് പദ്ധതികൾക്കും അവിടത്തെ തൊഴിലാളികൾക്കും നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു. ഇതെല്ലാം കൂടി ഒരു അപകടകരമായ സ്തംഭനാവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രാദേശിക പ്രശ്നമായിരുന്നതിപ്പോൾ ഒരു ഭൗമരാഷ്ട്രീയ സംഘർഷമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് പാകിസ്ഥാൻ ഗവൺമെന്റ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നു. മറുവശത്ത് സായുധമായും സമാധാനപരമായും ബലൂച്ച് ജനതയുടെ ചെറുത്തുനിൽപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ ഒരു ഫലമെന്താണെന്ന് വെച്ചാൽ,
ചരിത്രത്തിലും സ്വത്വത്തിലും സാമ്പത്തിക കാരണങ്ങളിലും വേരൂന്നിയ ഈ ബലൂച്ച് പോരാട്ടം തെക്കൻ ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും പരിഹരിക്കാനാവാത്തതുമായ ഒരു പ്രശ്നമായി തുടരുകയാണ്. ഇതിനൊരു അന്ത്യം എപ്പോഴായിരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അവസാനമായി നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആഗോള വ്യാപാരത്തിനു വേണ്ടി കെട്ടിപ്പൊക്കിയ കോടിക്കണക്കിന് ഡോളറിന്റെ ഈ വികസന പദ്ധതികൾക്ക് രാഷ്ട്രീയമായ സംഭാഷണങ്ങൾ പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമോ? അതോ ഈ പദ്ധതികൾ നിലവിലുള്ള സംഘർഷത്തിന് കൂടുതൽ എണ്ണ പകരുമോ?